Hey guys, welcome to നമ്മുടെ അതിരടി മൂവി വ്ളോഗ് വിത്ത് റിവ്യൂ വിത്ത് എന്തൊക്കെയോ. നമ്മൾ 10 മണിക്ക് പടത്തിന് 9:55 ഇറങ്ങിയിട്ടുണ്ട്. ആദ്യം നമുക്ക് നേരെ പോയി ദാസനെ പിക്ക് ചെയ്യണം. ദാസനെ പിക്ക് ചെയ്യണം, നമുക്ക് തിയേറ്ററിലേക്ക് പോകണം. അപ്പം വെൽക്കം ടു അതിരടി വ്ളോഗ് ആൻഡ് റിവ്യൂ വ്ളോഗ്. ഓക്കെ നമ്മൾ വണ്ടോടി ദാസൻ്റെ അവിടെ നിന്ന് ദാസന് ഞാൻ ഇവിടെ ആദ്യമേ 2 ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അവിടെ ബൈക്കിൽ തന്നെ പോകാന്ന്. ബൈക്ക് എടുത്തോ. ദാസൻ ഞാൻ പോകാൻ വെറുതെ. പക്ഷേ ഇപ്പം ഇതിനുള്ള കാര്യം ഞാൻ ദാസനെ പറയാൻ വിട്ടുപോയി. അങ്ങനെ ചെറിയ കൺഫ്യൂഷനായി. ദാസന് ഇപ്പോൾ ബൈക്കിൽ വന്ന് ഞാനും ബൈക്കിൽ പോകുന്നത്. നമ്മൾ പക്ഷെ നമ്മളെ ചുണക്കോട്ടിൽ പോകുന്നതായിട്ട് വിചാരിച്ചിരുന്നത്, പക്ഷെ നടന്നില്ല. ബൈക്കിൽ പോവാം. തിയേറ്റർ എത്തിയിട്ടുണ്ട്. ലൈറ്റായി പടം തുടങ്ങി. അടികൊണ്ട് അവശനായി ഞാൻ തളർന്നിരുന്ന് അമ്മച്ചേ അയ്യോ വയ്യ. അടികൊണ്ട് അവശനായി തളഞ്ഞ അത് അതിരടി കാണാൻ പോയി വന്നതിന് ശേഷം നമ്മൾ അടികൊണ്ട് തളർന്നൊരവസ്ഥയും. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാമെന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി പറയാനായിട്ട് മെയിനൊരു സംഭവം മാത്രമേ ഉള്ളൂ. അതായത് ഇതിനകത്ത് ഷെൽവിനുണ്ട്, നമ്മുടെ ഹരിഹരനുണ്ട്. ഇവർ രണ്ടുപേരും ആ സിനിമക്കകത്ത് ഓരോ നല്ല ഹരിഹരൻ കുറച്ച് അല്ലെന്നുണ്ടെങ്കിൽ ഷെൽവിൻ നന്നായിട്ട് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഓരോ ത്രൂ ഔട്ട് മൂവിയിൽ ബേസിൻ്റെ ഒരു കമ്പാനി ആയിട്ടുള്ള കൂട്ടം തന്നെയുണ്ട്. അതെന്തായാലും നമ്മളെ സംബന്ധിച്ചൊരു കണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ നമ്മളവർ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് നമുക്ക് ഭയങ്കര വലിയൊരു ഹാപ്പിനെസ് മൊമെൻ്റാണ്. പ്രത്യേകിച്ച് ഹരിഹരൻ എന്നാണ് കുറച്ച് ഭയങ്കര ഹാപ്പിനെസ്. അവനായിട്ട് എപ്പോഴും പിടിക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനെ അതിനും വലിയ ഹാപ്പിനെസ് ഉണ്ട്. പിന്നെ പടം പേര് കേട്ട് പറയുന്ന ഒരു അടി റിലേറ്റഡ് സംഭവമാണ്. എന്നാൽ അത് അടി റിലേറ്റഡ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളീ പറയുന്ന പോലെ ഭീകര അടിയൊന്നുമില്ല. ഒരു ചെറിയ അടികൾ സംഭവങ്ങൾ. അതായത് എനിക്ക് തോന്നിയ സംഭവമുണ്ട് ഇതിനകത്ത്. എനിക്ക് തോന്നുന്നത് അതായത് നമ്മുടെ സൈലത്തിൻ്റെ അനന്തുവിൻ്റെ കോളേജ് ലൈഫിൽ നടന്ന സംഭവമാണോ എനിക്ക് നല്ല സംശയമുണ്ട്. സെയിം എക്സാക്ട് സാധനം. അതിൽ ഒരാളുടെ കോളേജിൽ നടന്നിട്ടുള്ള എക്സാക്ട് സംഭവമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. കോളേജ് ലൈഫിൽ മിക്കവരുടെയും കോളേജ് ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. അതൊരു ഒരു പോർഷൻ ഓഫ് കട അതിൽ ബേസിൽ അവതരിപ്പിക്കുന്നത് നല്ലൊരു കോളേജ് സ്റ്റുഡൻറ്റിൻ്റെ ക്യാരക്ടറാണ്. ഒരു ക്യാമ്പസ് വൈബും കാര്യങ്ങളുള്ള പടമാണ്. ഇതിനകത്തൊരു എനിക്കൊരു അടി സെറ്റപ്പ്. നമ്മൾ അതിരടി എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആ വാഴക്കത്തുണ്ടാക്കിയ പോലെ അത്രയും വലിയ ഹൈപ്പിലുള്ളൊരു അടിയും കാര്യങ്ങളും നിങ്ങൾ പ്രതീക്ഷിച്ച് പോകണ്ട. അത്രക്കൊന്നുമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു കോളേജ് ലൈഫിൽ നടക്കുന്ന റിയൽ ഇൻസിഡൻറ്റായിട്ട് നടന്നു വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ചെറിയ അടിയും കാര്യങ്ങളൊക്കെയാണ്. ആരടിയാണ് ഉണ്ടാകുന്നത്. അല്ലാണ്ട് ഇതിനകത്ത് പാട്ടുകൾ കൊള്ളാം. പാട്ടുകളൊന്നുമില്ല. ബീജിയം അമ്പട ടോവിനോ വരാൻ നേരത്തെ സാധനം ഇങ്ങനെ എഴുതിക്കും. അപ്പം അത് നൈസ് സംഭവമായിരുന്നു. ടോവിനോ ഒരു എന്താ പറയുക, മണ്ടനായിട്ടുള്ളൊരു ഗുണ്ട എന്ന സെറ്റപ്പിലാണ് ടോവിനോ നിൽക്കുന്നത്. ബേസിലൊരു കോളേജ് സ്റ്റുഡൻറ്റ്. അപ്പോൾ ഇവർ തമ്മിലുണ്ടാകുന്ന ചെറിയ ഒരു കാര്യത്തിൻ്റെ പുറത്തുണ്ടാകുന്ന ഒരു മണ്ടനായ ഗുണ്ടയുടെ ഇതാണ് കാണിക്കുന്നത്. പക്ഷേ നമ്മളീ പറയുമ്പോൾ ടോവിനോട് അത്ര വലിയ മാസ് സംഭവങ്ങളൊന്നും കാണിക്കുന്നില്ല ടോവിനോട് ഇൻട്രോയ്ക്കകത്ത്. പക്ഷേ ഇൻട്രോ നടന്നു വരുന്ന, അതായത് ആളെ കാണിക്കുമ്പോഴത്തേക്കും വരുന്നൊരു സാധനമുണ്ട്, ഒരു ഓറയുണ്ട്. അത് ലെവല് സാധനം, വേറെ രക്ഷയില്ല. അമ്മാര് സാധനമായിരുന്നു. പിന്നെ ഇത് നായിക നമ്മുടെ ഡെലുലു ആണ്. ഡെലുലു കൊള്ളാൻ. ഡെലുലു ബേസിൽ നോക്കുന്നൊരു പെൺകുട്ടിയായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇമോഷൻസൊക്കെ കണക്ട് ചെയ്തിട്ടുള്ളതും ഈഗോ ക്ലാഷ് കണക്ട് ചെയ്തിട്ടുള്ളതും ലവിന് കുറച്ച് പ്രാധാന്യം മാത്രം കൊടുത്തുള്ളൂ. ഒരു ജെൻസി കിട്ടും ഇപ്പോഴത്തെ പണ്ടത്തെ ജനറേഷൻ തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആയിട്ട് ആദ്യമേ തുറക്കാലത്ത് കാണിക്കുന്നുണ്ട്. ഒരു ജെൻസി കിട്ട് വന്നിട്ട് ജെൻസി കിട്ടിനോട് പഴയ ഒരാൾ വന്നിട്ട് ഇങ്ങനെ ജെൻസി ആവാൻ നോക്കുന്ന പല കാര്യങ്ങളും കാണിക്കുന്നുണ്ട്. നമുക്ക് പലർക്കും 90s കിഡ്സിന് പലർക്കും ചിലപ്പോൾ റിലേറ്റഡ് ആവാനുള്ള നല്ല സാധ്യതയുണ്ട്. 90സിനെയും ജെൻസിനെയും തമ്മിൽ ചെറുതായിട്ടൊന്നും അതിനകത്ത് താറ്റി കൊല്ലുന്നുണ്ട്. അങ്ങനെയൊക്കെ കുറേ ഫൺ എലമെൻ്റ് സംഭവമുണ്ട്. ഓവറോൾ മൂവി കാണാനാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന മൂവി കാണണമെന്നുണ്ടെങ്കിൽ കാണാം. നമ്മൾ മൂവി കാണുന്നത് എന്തിനാണ്? ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങൾ നമ്മൾ മൂവി കാണുന്നത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണുകയാണെന്നുണ്ടെങ്കിൽ കാണാം. ഒരു ഫൺ എലമെൻറ്റ്, കോമഡി, ഈഗോ, തമ്മിത്തല്ല്, കലാശം, അത് ഇങ്ങനെ പോകുന്നൊരു പടമാണ്. ഇതിനകത്ത് നമ്മുടെ വിനീത് ശ്രീനിവാസനുണ്ട്, ഷാൻ റഹ്മാനുണ്ട്. അങ്ങനെ പിന്നെ കുറച്ച് ക്യാമിയോ റോളുകളൊക്കെ ഉണ്ട്. പക്ഷേ ക്യാമിയോ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു പടത്തിൻ്റെ ഹൈപ്പിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളതാകാം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ എടുക്കുന്നത് വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് ആ ഒരു ക്യാമിയോ അപ്പിയറൻസ് പറ്റിയിട്ടില്ല. അതൊരു ചെറിയൊരു പോരായ്മയായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ ടൊവിനോയുടെ ഒരു ഇമോഷൻസ് കണക്ട് ചെയ്ത പല സീനുകളും നല്ലതായിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. ആ ഈഗോ ആണെങ്കിലും ഇമോഷൻസ് ആണെങ്കിലും നമുക്ക് ഭയങ്കരമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടായിരുന്നു. നേരെ മറിച്ച് ബേസിലിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് സെൻറ്റിമെൻറ്റ്സ് സാധനം വരുമ്പോഴത്തേക്ക് പക്ഷേ അതെനിക്ക് വലുതായിട്ട് നമുക്കൊരു കണക്ഷൻ കിട്ടില്ല. നമുക്കത് കാണുമ്പോൾ അയ്യോ ഇങ്ങനെ നമുക്കൊരു സാധനം തോന്നുന്നുണ്ടേ, ആ ഒരു സാധനം തോന്നില്ല. പക്ഷേ ഇതൊക്കെ ബാക്കി ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ പടം കിടിലം പടമാണ്. എൻ്റർടൈൻമെൻറ്റ്, പ്യുവർ ടൈപ്പ് എൻ്റർടൈൻമെൻ്റ് ആണ്. വിനീത് ശ്രീനിവാസനൊക്കെ എൻജോയ് സാധനമുണ്ട്. ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറുണ്ട്. ടൊവിനോയും എനിക്കൊന്നും ഇതുവരെ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. എനിക്കൊന്ന് ബേസിലെ ആദ്യമായിട്ടൊരു കോളേജ് സ്റ്റുഡൻറ്റ് അങ്ങനത്തെ ടൈപ്പ് ഇതാണെന്ന് തോന്നുന്നു. അതും നന്നായിട്ടുണ്ട്. ഓവറോൾ നോക്കുന്നത് ബാക്കി ഒരു കുഞ്ഞു നെഗറ്റീവുകൾ. അത് നമ്മൾ കുഞ്ഞു നെഗറ്റീവ് നോക്കേണ്ട ആവശ്യമില്ല.
എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയുള്ള പടമാണോ, എൻ്റർടൈൻമെൻറ്റ് ഉണ്ട്, നല്ല പക്കായിട്ട് എൻ്റർടൈൻമെൻറ്റ്, ചിരിക്കാനുണ്ട്, കരയാനില്ല, ഫണ്ണുണ്ട്, തമാശയുണ്ട്, ജെൻസി കിഡ്സുകളുണ്ട്, പിന്നെ നമ്മൾ പലരും കണ്ട പല പല ക്ലീശ കോമഡികളുണ്ടെങ്കിൽ അത് പ്ലേസ് ചെയ്തിരിക്കുന്ന മൊമെൻറ്റ്സുകൾ ഭയങ്കര ഇതാണ്. ഒരു ഫൺ റിലേറ്റഡ് പടം, നമുക്കൊരു 2-2.5 മണിക്കൂർ ഇരുന്ന് ചിരിച്ച് വൈബാക്കാം. ക്ലൈമാക്സുകളാണെങ്കിലും എല്ലാം ആണെങ്കിലും നല്ല കിടിലാണ്. പക്ഷേ നിങ്ങൾ വിചാരിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ക്യാമിയ റോളുകൾ പ്രതീക്ഷിച്ച് പോകുമ്പോൾ ഒരു മാസ് മസാല ഒന്നും പ്രതീക്ഷിച്ച് പോകരുത്. അത്രയൊക്കെയുള്ളൂ. നിങ്ങൾക്ക് കാണണമെങ്കിൽ കാണാം, കാണണമെങ്കിൽ കാണണ്ട. പക്ഷേ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് നമ്മളൊരു എന്തെങ്കിലും സിനിമയ്ക്ക് പോകുന്നു, അതിനൊക്കെ പോകുന്നത് നമ്മൾ എൻ്റർടൈൻമെൻറ്റാണ്. നമുക്ക് കുറച്ച് നേരം മനസ്സറിഞ്ഞിരിക്കുക, കുറച്ച് റിലാക്സ്ഡ് ആകുക എന്നുള്ള പരിപാടിക്ക് വേണ്ട. അതിന് പറ്റിയ ഒരു കിടിലൻ മൂവിയാണ്. കോമഡിക്ക് ഭയങ്കര കൂടുതലായിട്ട് പ്രാധാന്യം നൽകിയിട്ടുള്ളൊരു പടമാണ്. നമ്മുടെ ഷാനിക്കയുടെ ചെറിയ സീനൊക്കെ ഉണ്ട്. മുമ്പ് എജ്ജായി സാരം എടുത്തിട്ട് ഷാനിക്കയുടെ മനപ്പുറം വിളിച്ചെടുത്ത് ഹൂക്കിയിട്ട് സെറ്റപ്പൊക്കെ അതിനകത്തുള്ളത്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. സീരീസ് ഞാൻ ചിരിക്കാറുള്ളത് നന്നായിട്ട് ചിരിക്കാറുണ്ട്. ഞാനിതിന് കൊടുക്കുന്ന മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു 8.9 എൻ്റെ റേറ്റിംഗ് എന്ന് പറയുന്നത്. കുറച്ച് ക്രിഞ്ച് സാധനങ്ങളും കുറച്ച് ഇടിയുടെ സാധനങ്ങളൊക്കെ ഞാൻ പറയാം. അടിയുടെ സെറ്റപ്പുകൾ വന്നപ്പോഴത്തേക്കുള്ള കുറച്ച് സാധനങ്ങളില്ലേ, അതൊക്കെ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ 10 ഔട്ട് ഓഫ് 10 കൊടുക്കാൻ പറ്റിയ പടമുണ്ട്. നിങ്ങൾ മസ്റ്റായിട്ട് തിയേറ്ററിൽ കാണാം. എന്ന് വെച്ചാൽ നമ്മളെപ്പോലുള്ള ക്രിയേറ്റേഴ്സൊക്കെ അതിനകത്ത് കുറച്ച് അവിടെയൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഹരിഹരൻ, സെൽവിൻ, ഇവരൊക്കെ ഉണ്ട്. സോ നിങ്ങൾ പോയി കാണുക. നിങ്ങൾ കണ്ടിട്ടുള്ളവർ, ഇന്നത്തെ പ്രീമിയർസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ കണ്ടിട്ട് അഭിപ്രായം പറയുക. കാണാത്തവരാണെങ്കിൽ എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ യോജിക്കുന്നുണ്ടെന്ന് പറയുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ മറ്റൊരു മൂവി വീണ്ടും ശ്രദ്ധിക്കും. വണക്കം.